ഓഗസ്റ്റ് 16 19 ആഴ്ചയിലെ ശനിയാഴ്ച. മത്തായി 19:13 മുതൽ 15 വരെ വാക്യങ്ങൾ. ഒരിക്കൽ ഒരു അമ്മ തൻ്റെ 3 കുട്ടികളെ അത്താഴത്തിനായി ഒരു നല്ല റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി. തിരക്കേറിയ ഒരു ഞായറാഴ്ചയായിരുന്നു അത്. അതുകൊണ്ട് അവർക്ക് വെവ്വേറെ സീറ്റുകൾ മാത്രമേ ലഭിച്ചുള്ളൂ. ഭക്ഷണം വിളമ്പുമ്പോൾ റെസ്റ്റോറൻ്റ് അങ്ങേയറ്റത്തെ മൂലയിൽ ഇരുന്നിരുന്ന ഇളയ മകൾ 6 വയസ്സുള്ള മേരി അമ്മയോട് ഉച്ചത്തിൽ ചോദിച്ചു, മമ്മി, ഈ സ്ഥലത്ത് ഭക്ഷണത്തിന് മുമ്പ് ആളുകൾ പ്രാർത്ഥിക്കാറില്ലേ? റെസ്റ്റോറൻറ്റ് മുഴുവൻ നിശബ്ദതയുടെ ഒരു തിരമാല മൂടി. എങ്ങനെ പ്രതികരിക്കണമെന്ന് അമ്മ വിഷമിച്ചു. എന്നാൽ താമസിയാതെ കൗണ്ടറിൽ ഉണ്ടായിരുന്ന ഹോട്ടൽ മാനേജർ കുട്ടിയോട് ഉറക്കെ പറഞ്ഞു, അതെ, ഞങ്ങൾ പ്രാർത്ഥിക്കും, മോൾക്ക് ആരംഭിക്കാം. എല്ലാവരും നിശബ്ദമായി തലകുനിച്ചു. കുഞ്ഞു മേരി കണ്ണുകൾ അടച്ച് കൈകൾ ചേർത്ത് പിടിച്ച് ഉച്ചത്തിലും സ്ഫടികവുമായ ശബ്ദത്തിൽ തലകുനിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിൻ്റെ നന്മയിൽ നിന്ന് കർത്താവായ ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഈ ആഹാര സാധനങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരട്ടെ, അവരെ തടയേണ്ട, സ്വർഗരാജ്യം ഇവരെ പോലെയുള്ളവരുടേതാണ്. പിന്നീട് യേശു കുട്ടികളുടെ മേൽ കൈവച്ചു പ്രാർത്ഥിച്ചു. കുട്ടികളെ നമ്മുടെ അടുത്തേക്ക് വരാൻ നമ്മൾ അനുവദിക്കുന്നുണ്ടോ? കുട്ടികൾക്ക് നമ്മെ പഠിപ്പിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. മിക്ക മുതിർന്നവരും വിശ്വസിക്കുന്നത് കുട്ടികളെക്കാൾ കൂടുതൽ തങ്ങൾക്ക് അറിയാമെന്നാണ്. എന്നിരുന്നാലും ചെറിയ കുട്ടികൾ കാര്യങ്ങൾ ഉള്ളതുപോലെ കാണുന്നു. നമ്മുടെ ഗ്രഹണ സംസ്കാരത്തിൻ്റെ സന്ദേശങ്ങളാൽ അവർ ഇതുവരെ അന്ധരായിട്ടില്ല. ശിഷ്യന്മാരെ പോലെ ചില മുതിർന്നവരും കുട്ടികൾ യേശുവിനെ സമീപിക്കുന്നത് തടയുന്നു. ഒരു രക്ഷിതാവെന്ന നിലയിൽ ഈ കുഞ്ഞുങ്ങൾ യേശുവിനെ അറിയുന്നതിൽ നിന്ന് നിങ്ങൾ തടയുന്നുണ്ടോ? നമുക്ക് നമ്മുടെ പെരുമാറ്റം പരിശോധിക്കാം. അറിയാതെ തന്നെ പല കുട്ടികളും യേശുവിനെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെ വളരുന്നതിൻ്റെ പ്രശ്നത്തിൻ്റെ ഭാഗമാകാം നമ്മൾ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടുന്ന കുട്ടികളെ ശ്രദ്ധിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങൾ അനുകരിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിയിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? ചെറിയ കാര്യങ്ങൾക്കുള്ള നന്ദിയാണോ? അതോ ഒരു കുട്ടിയുമൊത്ത് കളിക്കാൻ അവൾ നിങ്ങളെ ക്ഷണിക്കുകയാണോ? ഒരു കുട്ടി ആരാണെന്ന് അറിയുന്നതിലൂടെ നിങ്ങൾക്ക് ആഴമായ സന്തോഷം ലഭിച്ചേക്കാം. ഒരു കുട്ടി നിങ്ങളുടെ ആന്തരിക കുട്ടിയെ കളിക്കാനും നിങ്ങൾക്ക് ചെറിയ സമ്മാനങ്ങൾ നൽകി സന്തോഷവും നന്ദിയുള്ളവരായിരിക്കാനും പ്രേരിപ്പിച്ചേക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.